നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻപൊരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, കേരളം എന്തൊരു മാറ്റമാണിത് മാറിയിരിക്കുന്നത്. അതേ മുഖ്യമന്ത്രി, കേരളം വല്ലാത്ത മാറ്റമാണ്. പോലീസിന്റെ ഗുരുതര പിഴവിന് 2 ജീവനാണ് പൊലിഞ്ഞത്. ഒരു കൊടും ക്രിമിനൽ, അതും ഒരു കൊലപാതകം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ആ സ്ഥലത്തെത്തുമ്പോൾ പോലീസ് പാലിക്കേണ്ട ഡ്യൂട്ടികളൊന്നും ചെയ്തില്ല. ആ 2 കൊലപാതകത്തിന്റെ ഉത്തരവാദികൾ പോലീസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഗുരുതര പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് പാലക്കാട് നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് തന്നെയാണ്. ചെന്താമര എന്ന പ്രതി ഒരു കൊടും ക്രിമിനൽ, ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യൻ. അയാൾക്ക് സ്വബോധമുണ്ടോ? ഇതൊന്നും ആർക്കും അറിയില്ല. കാരണം അയാൾ പെരുമാറുന്നത് ഒരു മനോരോഗിയെ പോലെ, അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിന്റെ രീതികളാണ് അയാൾ പിന്തുടരുന്നത്. കടുത്ത അന്ധവിശ്വാസവും അനാചാരങ്ങളും മൂടിയ ഒരു മനുഷ്യൻ. അയൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നത്. പുതിയ വസ്ത്രങ്ങൾ ഇട്ട് ഈ വീടിന് മുൻപിലൂടെ ആരെങ്കിലും പോയാലോ, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് നോക്കിയാലോ കൊലവിളി നടത്തുന്ന ഒരാൾ. ഇയാൾ പരോളിൽ ഇറങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ ആ നാട്ടുകാരിൽ ഉണ്ടായത് വലിയ ഭീതിയാണ്. അവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്നു. ഇയാൾ മനോരോഗിയാണ്, ഇയാളുടെ കയ്യിൽ മാരക ആയുധമുണ്ട്, പോലീസ് നടപടിയെടുക്കണമെന്ന്. എന്നാൽ അത് മുഖവിലയ്ക്ക് പോലും പോലീസ് എടുത്തില്ല. അതിന്റെ പരിണിത ഫലമാണ് നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകം. ഇയാൾ പണ്ട് മുതലേ കടുത്ത അന്ധവിശ്വാസിയാണ്. ജ്യോത്സ്യന്മാർ എന്തു പറയുന്നോ അതുപോലെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇയാളുടെ സംശയത്തിലും അന്ധവിശ്വാസത്തിലും മനം മടുത്താണ് ഭാര്യയും മക്കളും വീട് വിട്ടുപോയത്. ചെന്താമര ഒരു കൊടും ക്രിമിനലാണെന്ന് അയാളുടെ ബന്ധുക്കൾ തന്നെ പറയുന്നു. ചെന്താമരയുടേത് പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോയത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന് കാരണക്കാരി തൊട്ടെതിർവശത്തെ വീട്ടിലുള്ള സുജാതയാണ് എന്ന് ചെന്താമര വിശ്വസിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2019 സുധാകരന്റെ വീട്ടിൽ കയറി ഭാര്യ സുജാതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതും ജ്യോത്സ്യന്റെ വാക്ക് കേട്ട്. ഭാര്യയും മക്കളും പിണങ്ങിപ്പോയതിന്റെ കാരണം എന്താണെന്നറിയാൻ ജ്യോത്സ്യനെയാണ് ചെന്താമര സമീപിക്കുന്നത്. ജ്യോത്സ്യൻ പറയുന്നത്, എതിർവശത്തെ വീട്ടിൽ നീളൻ മുടി വളർത്തിയ ഒരു സ്ത്രീയുണ്ട്, അവരാണ് നിങ്ങളുടെ കുടുംബം തകർത്തതെന്നും അവരാണ് നിങ്ങളുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോകാൻ കാരണം എന്നുമായിരുന്നു. ഇത് മാത്രമല്ല, മഷിനോട്ടത്തിലൂടെ തൻ്റെ കുടുംബം തകർത്ത മറ്റുള്ളവരെയും കണ്ടെത്താൻ ചെന്താമര നീക്കം നടത്തി. അങ്ങനെയാണ് സുധാകരൻ്റെ കുടുംബത്തിലുള്ളവരെ മഷിനോട്ടത്തിലൂടെ കണ്ടെത്തിയെന്ന് ഈ ചെന്താമര ഉറച്ചു വിശ്വസിച്ചു. ആ പകയിലാണ് ആ കുടുംബത്തെ ഒന്നാകെ ഇയാൾ ഇല്ലാതാക്കിയത്. 2019 ഭാര്യയെ കൊലപ്പെടുത്തുന്നു. ഇന്നിപ്പോൾ ആ വീട്ടിലെ സുധാകരനെയും സുധാകരന്റെ അമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ചെന്താമര എത്രത്തോളം വലിയ ക്രിമിനലാണ് എന്ന് തെളിയിക്കുന്നതാണ് അയാൾ നടത്തിയ കൊലപാതകം. ക്രൂക്കഡ് മൈൻഡുള്ള, അത്രത്തോളം പ്ലാനിങ്ങോടെ അയാൾ നടത്തിയ കൊലപാതകങ്ങളാണ് സുധാകരന്റെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും. ശത്രുവിന്റെ അടുത്തെത്താതെ ദൂരെ നിന്നും അവരെ വെട്ടി വീഴ്ത്താനായി വടിയിൽ ഒരു നീളൻ വെട്ടുകത്തി കെട്ടിവെക്കുന്നു. ഇതുപയോഗിച്ചാണ് മറഞ്ഞിരുന്നു കൊണ്ട് ഇയാൾ ആക്രമണങ്ങൾ നടത്തിയത്. ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ചെന്താമരയെ പ്രതിരോധിക്കാൻ സുധാകരന് കഴിഞ്ഞില്ല. ഇരയെ കാൽമുട്ടിന് താഴെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് കരടിയുടെ തന്ത്രമാണ്. കാലുണ്ടെങ്കിലേ ഇര ഓടി രക്ഷപ്പെടുമെന്ന തിരിച്ചറിവിലാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇവിടെ സുധാകരനെതിരെയും ചെന്താമര ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത്. മകന്റെ നിലവിളി കേട്ടെത്തിയ അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി തന്നെ ചെന്താമര ആക്രമിച്ചു. സുധാകരന്റെ ശരീരത്തിൽ 8ഓളം വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ ശരീരത്തിൽ 12ഓളം മുറിവുകൾ, കണ്ണിനും ചെവിയിലുമൊക്കെയായി ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കിടപ്പുമുറിയിൽ കയറി വെട്ടിക്കൊന്നത്. സുധാകരൻ അന്ന് തിരുപ്പൂരിൽ ജോലി സ്ഥലത്തായിരുന്നു. കുട്ടികൾ സ്കൂളിലുമായിരുന്നു. ഈ അവസരം നോക്കിയായിരുന്നു കൊലപാതക ശേഷം ഇയാൾ പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് 2019 സെപ്റ്റംബർ 3 ഇയാൾ പിടിയിലാകുന്നത്.
സജിതയെ കൊന്ന ശേഷം ഒളിവിൽ പോയ പ്രതിയെ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയാതിരുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു പോലീസിന്. അരക്കമലയിലും പരിസര പ്രദേശങ്ങളിലും വനത്തിലുമായി പോലീസ് തെരച്ചിൽ നടത്തി. അന്ന് കാട്ടിനുള്ളിലെ ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടെയാണ് ഇയാളെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞത്. സമാനമായ ഒരു സാധ്യതയാണ് ഇത്തവണയും പോലീസ് പ്രതീക്ഷിക്കുന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ചെന്താമര താനെ കാടിറങ്ങുമെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇതിനിടയിൽ വീട്ടിൽ കണ്ടെത്തിയ വിഷക്കുപ്പി പോലീസിന് തലവേദനയാകുകയാണ്. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണോ എന്ന സംശയവുമുണ്ട്. കാരണം വിഷം കഴിച്ച് താൻ കാടിനുള്ളിൽ മരിച്ചുവെന്ന് വരുത്തി തീർക്കാനാകും ചെന്താമര ഈ ശ്രമം നടത്തുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഈ ചെന്താമരയെ പിടികൂടാൻ പോലീസിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ്. കാരണം ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു ക്രിമിനലാണ് ചെന്താമര. അതുകൊണ്ട് തന്നെ കാടിനുള്ളിലും ഗുഹയ്ക്കുള്ളിലും ജലാശയങ്ങളിലും എല്ലാം ഇറങ്ങി നാട്ടുകാർ പരിശോധന നടത്തുകയാണ്. കാരണം പല ആവർത്തി പോലീസിൽ ഇവർ ചെന്താമര വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ അന്നൊന്നും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല. 7ഓളം പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്താമരയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അതിലേതെങ്കിലും ഒരു പരാതിയിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ചെന്താമരയെ പിടികൂടിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ആ 2 പെൺമക്കൾക്ക് അവരുടെ അച്ഛനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെടുമായിരുന്നില്ല. ആ മക്കൾ തന്നെ പറയുന്നുണ്ട്, ഇനി ഞങ്ങളെയും കൂടി കൊല്ലണോ? കൊല്ലട്ടെ. പോലീസ് എന്താണ് ചെയ്തത്? എത്ര തവണ പരാതി നൽകിയതാണ്? ആക്രമണം ഉണ്ടാകും, ഞങ്ങളെ കൊലപ്പെടുത്താൻ നീക്കം നടത്തും എന്ന് പല ആവർത്തി പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല. ഇത് മാത്രമല്ല, ഞങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തി അകത്തുപോയി പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇയാൾ പലരോടും പറഞ്ഞിരുന്നു ഇനിയും 2 കൊലപാതകങ്ങൾ കൂടി നടത്താനുണ്ട് എന്ന്. അത്തരത്തിൽ വലിയ ഭീഷണി മുഴക്കിയ, നാടിന് തന്നെ ആപത്തായ ഒരു മനുഷ്യനെ അയാളെ പിടികൂടണമെന്ന് എത്രയോ തവണ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ആ പെൺകുട്ടികളും പറയുന്നത്. ഇപ്പോൾ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം ഉത്തരവിട്ടിരിക്കുകയാണ്. നെന്മാറ പോലീസിന് കുരുക്കാകുന്നതാണ് ADGPയുടെ ഈ ഉത്തരവ്. പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്ത് തന്റെ കുടുംബം നശിപ്പിച്ചുവെന്ന് ഒരു ജ്യോതിഷി പ്രവചനം നടത്തിയത്രേ. അതനുസരിച്ചാണ് പ്രദേശത്ത് നല്ല മുടി വളർത്തിയിരുന്ന പലരെയും ഇയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് ഏറ്റവും കൂടുതൽ നീളൻ മുടിയുള്ളത് സജിതയ്ക്കാണെന്ന് ഇയാൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് സജിതയെ കൊലപ്പെടുത്തുന്നത്. സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്നും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പിടിയിലകപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തുവരുമ്പോഴാണ്. നെയ്യാറ്റിൻകരയിലെ സമാധിയുടെ ഞെട്ടലിൽ നിന്ന് തന്നെ കേരളം മുക്തമായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ക്രൂര കൊലപാതകം, അതും 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. ഈ കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാതെ മറ്റ് നിവർത്തിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.